പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാഗറിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ചതികളെല്ലാം പൊടിപൊടിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. എങ്ങനെയെങ്കിലും സാഗറിനെ രക്ഷിച്ചേ മതിയാകൂ. ആ കാര്യം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിക്കുന്നു. പക്ഷേ സാഗറിന് സംരക്ഷണം നൽകുന്നതിനായി എത്തിയ പോലീസുകാരെയെല്ലാം ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കുന്ന ബാലുവും സുമിത്രയും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ക്രിഷ് ഇല്ലാത്ത സമയം നോക്കി അറ്റാക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. കൺമണി രക്ഷിക്കുന്നതിനായി ഓടിയെത്തുന്നുവെങ്കിലും കൺമണിക്ക് ഒറ്റയ്ക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇവിടെ അവസാനിക്കുകയാണ് സാഗർ. നിന്റെ ജീവിതം, ഞങ്ങളുടെ പക ഇവിടെ വിജയിക്കുന്നു എന്ന് പറഞ്ഞ് സാഗറിനെ കൊല്ലുന്നതിനായി ബാലു മുന്നിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബലരാമൻ അവിടേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയുമല്ല എന്ന് എനിക്കറിയാം ബാലു. പക്ഷേ സാഗറിനെ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ കൊല്ലണമെങ്കിൽ എന്നെ കൊന്നിട്ട് വേണം എന്ന് പറഞ്ഞ് അവരെയെല്ലാം ഇടിച്ച് മറിച്ചിടുകയാണ് ബലരാമൻ. ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് ഒടുവിൽ കൃഷും വന്നതിനെ തുടർന്ന് ആക്രമണം തിരിച്ചറിയുകയാണ്. ഇതോടെ ഇരുവരും കൈകോർത്തുകൊണ്ട് സാഗറിനെ രക്ഷിക്കാൻ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുന്നു. സുമിത്രയുടെയും ബാലുവിൻ്റെയും പ്ലാനിംഗ് അവിടെ പൊളിയുകയാണ്. അങ്ങനെ സാഗർ രക്ഷപ്പെടുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.